എല്ലാവരും എവിടെയാണ്? വേർ ഈസ് എവരിബഡി? പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന എൻറിക്കോ ഫെർമിയുടെ ഈ ചോദ്യമാണ് ഫെർമി പാരഡോക്സിലേക്ക് വഴിതെളിച്ചത്. നമ്മുടെ ഗാലക്സിയിൽ 100 ബില്യണിലധികം നക്ഷത്രങ്ങളുണ്ട്. അതിൽ തന്നെ ഒരുപാട് നക്ഷത്രങ്ങൾ സൂര്യനെ പോലെയുള്ളവയുമാണ്. ഒരുപാട് ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഹാബിറ്റബിൾ സോണിലുമാണ്. എന്നിട്ടും ജീവന്റെ ഒരു കണിക പോലും കാണാത്തത് എന്തുകൊണ്ടാണ്? മനുഷ്യന് റേഡിയോയും ശൂന്യാകാശ പേടകങ്ങളും സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മേക്കാൾ ബുദ്ധിയുള്ള ജീവികൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ ഗാലക്സിയിൽ അങ്ങോളം കുടിയേറി പാർക്കേണ്ടതായിരുന്നില്ലേ? എന്നിട്ടും അതിന്റെ യാതൊരു അടയാളങ്ങളും കാണാത്തത് ഒരു പാരഡോക്സിക്കൽ ക്വസ്റ്റ്യനായി അവശേഷിക്കുന്നു. ഇതിനുള്ള ഉത്തരങ്ങൾ പലതാണ്, എല്ലാം തന്നെ അനുമാനങ്ങളുമാണ്. ദി റെയർ എർത്ത് ഹൈപ്പോത്തസിസ്. ചിലപ്പോൾ ഭൂമിയിൽ മാത്രമായിരിക്കാം ബുദ്ധിയുള്ള ജീവിവർഗങ്ങൾ ഉണ്ടായതും ജീവിക്കുന്നതും. ദ ഗ്രേറ്റ് ഫിൽറ്റർ. ഒരു നിശ്ചിത സമയത്തിനപ്പുറത്തേക്ക് അതിജീവിക്കാൻ ഒരു ജീവനെയും പ്രപഞ്ചം അനുവദിക്കുന്നുണ്ടാവില്ല. ഒരു പരിധി കടക്കുമ്പോൾ ഇന്റലിജന്റ് ലൈഫിനെ പൂർണ്ണമായും നശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കി ഫിൽട്ടറിംഗ് നടത്തി പുതിയ ജീവനുണ്ടായി വീണ്ടും ഈ രീതികൾ ആവർത്തിക്കാം. ദി സൂ ഹൈപ്പോത്തസിസ്. അന്യഗ്രഹ ജീവികൾ ഉണ്ടാവാം, മനുഷ്യരെ തിരിച്ചറിഞ്ഞിട്ടും ഉണ്ടാവാം, പക്ഷെ മനഃപൂർവ്വം ഇടപെടാത്തതുമാവാം. മനുഷ്യരുടെ സാങ്കേതികത പുരോഗമിക്കുന്നതുവരെ പ്രപഞ്ചത്തിലെ ഒരു മൃഗശാലയിൽ എന്നതുപോലെ മനുഷ്യനെ സൂക്ഷിച്ചിരിക്കുകയാണ്. ദേ ആർ ടു ഫാർ അവേ. എത്തിച്ചേരാൻ കഴിയാത്ത അത്രയും അകലെയായിരിക്കാം. ദേ ആർ ഓൾറെഡി ഹിയർ. അവർ നമുക്കിടയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു, പക്ഷേ മറഞ്ഞിരിക്കുകയാവാം. ഇന്നും ഫെർമി പാരഡോക്സ് ഒരു മിസ്റ്ററി ആയി തന്നെ തുടരുന്നു.